Hello all, welcome back. In this class we are discussing about charge amplifier. Charge amplifier is a type of instrumentation amplifier. It has a vital role in signal conditioning circuits. Okay, it is mainly used in signal conditioning circuit. Okay, generally it is a charge to voltage integrator with a high input resistance. Okay, it is basically a high gain inverting voltage amplifier with a very high input resistance configured as an integrator. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഇൻ്റഗ്രേറ്റർ ആണ് നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിൽ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിലിരിക്കുന്ന ഒരു ഇൻവെർട്ടറാണ്, ഇൻ്റഗ്രേറ്ററാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജ് ഇൻപുട്ടിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. അതായത് സെർട്ടൻ ട്രാൻസ്ഡ്യൂസേഴ്സ്, വി നോ സെർട്ടൻ ട്രാൻസ്ഡ്യൂസേഴ്സ് ലൈക്ക് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ്സ്, ആക്സിലറോമീറ്റേഴ്സ്, ഇവരുടെയൊക്കെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജ് ഔട്ട്പുട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ചാർജ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്യൂട്ടബിൾ ഒരു ആംപ്ലിഫയിങ് വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് വി ആർ യൂസിങ് ചാർജ് ആംപ്ലിഫയർ. ആ നെയ്മത്ത് പോലെ തന്നെ ചാർജ് ടു വോൾട്ടേജ് കൺവെർട്ടറാണ്. നമുക്കിവിടെ ഒരു സെൻസർ ഉണ്ടായിരിക്കും. സെൻസർ എന്ന് പറയുന്നത് മെയിൻലി വി ആർ യൂസിങ് പീസോ ഇലക്ട്രിക് സെൻസേഴ്സ് അല്ലെങ്കിൽ ആക്സിലറോമീറ്റേഴ്സ്. ഇതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ചാർജാണ്. അപ്പോൾ ഈ ചാർജ് ആംപ്ലിഫയറിലേക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കും. ചാർജ് ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു സ്യൂട്ടബിൾ ആംപ്ലിഫൈഡ് വോൾട്ടേജിലോട്ട് മാറ്റി കൊടുക്കുന്നു. അപ്പോൾ ഇത് നമുക്കിതിനകത്ത് സർക്യൂട്ടിനകത്ത് ഉണ്ടാകുന്ന അൺവാണ്ടഡ് സ്ട്രേ കപ്പാസിറ്റൻസ്, റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ സെൻസേഴ്സിനെയും ഔട്ട്പുട്ടിനെയും കണക്ട് ചെയ്യുന്ന കേബിൾസിലൊക്കെ അതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ചാർജ് ആംപ്ലിഫയർ നമുക്ക് ഉപയോഗിക്കാം. പർപ്പസ് ഓഫ് ദിസ് കൺവേർട്ടർ ഈസ് ടു കൺവേർട്ട് ഹൈ ഇംപിഡൻസ് ചാർജ് ഇൻപുട്ട് ഇൻ ടു എ യൂസബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ മെയിൻലി അവിടെ ചെയ്യുന്നത് എന്താണ്, it is a integrating circuit. It is an integrating circuit which having high input resistance, and integrating circuit, it is configured in integrating circuit means the integrated circuit will have a feedback path consisting of a capacitor. So in the circuit we can see a feedback capacitor path along with a parallel resistance. നമ്മൾ നോർമൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിലൊരു കപ്പാസിറ്റർ പാത്ത് ഉണ്ടായുള്ളൂ, അതിന് പാരലലായിട്ടൊരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ കൂടി ഉണ്ടായിരിക്കും. അതാണ് ഈ സർക്യൂട്ടിനകത്ത് വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിഗ്നൽ കണ്ടീഷണർ. ഓക്കെ, ഒരു സിഗ്നൽ കണ്ടീഷണറിൽ ഒരു പാർട്ടായിട്ട് നമ്മളിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. ബേസിക്കലി ഹൈ ഗെയിൻ വോൾട്ടേജ് ഇൻവെർട്ടിംഗ് വോൾട്ടേജ് ആംപ്ലിഫയർ വിത്ത് എ വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ടിലപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. കോൺഫിഗർഡ് ആസ് ആൻ ഇൻ്റഗ്രേറ്റഡ് കോൺഫിഗറേഷനിലായിരിക്കും ഉണ്ടായിരിക്കും. ഇൻ്റഗ്രേറ്റഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് കപ്പാസിറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ നമുക്കിവിടെ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സെൻസറിൻ്റെ ഔട്ട്പുട്ടാണ് ക്യൂ ഇൻ എന്ന് പറയുന്ന ചാർജ്, ഇൻപുട്ട് ചാർജ്. ആ ക്യൂ ഇൻ അതേമാതിരി തന്നെ നമുക്കിവിടെ കേബിളിൻ്റെ കപ്പാസിറ്റൻസ് CC. ഓക്കെ, കേബിൾ കപ്പാസിറ്റൻസ് CC. ആ കപ്പാസിറ്റൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു ചാർജിനെ നമുക്ക് QC എന്ന് പറയാം. അതേമാതിരി നമ്മളിവിടെ ഓപ്പാമാണ്, ഇവിടെ ഒരു ഓപ്പാമാണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഓപ്പാമിന് നമുക്ക് രണ്ട് ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലുണ്ട്. നെഗറ്റീവ് സൈനുള്ളതിന് നമ്മൾ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറയും. ആ ഓപ്പാമിൻ്റെ ഇൻപുട്ട് സൈഡിലുള്ള വോൾട്ടേജ്, അതിന് നമ്മൾ ഓപ്പാമിൻ്റെ V ഇൻപുട്ട് എന്ന് പറഞ്ഞു, VINP എന്ന് പറയുന്നു. ആ വോൾട്ടേജ് എന്ന് പറയുന്ന അവിടെ ഈ രണ്ട് നമുക്ക് കണ്ടക്ടേഴ്സ് ഉണ്ടാവും, അതുകൊണ്ട് അവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പാമിൻ്റെ ഇൻപുട്ട് കപ്പാസിറ്റൻസ് നമുക്ക് Cinp എന്ന് പറയാം. അതേമാതിരി ഫീഡ്ബാക്ക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ CF എന്ന് പറഞ്ഞിട്ടൊരു കപ്പാസിറ്റർ ഫീഡ്ബാക്ക് വെച്ച് അതിന് പാരലലായിട്ട് RFും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ഇൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻസർ, പീസോ ഇലക്ട്രിക് സെൻസർ. അപ്പോൾ നമ്മളത് എന്താണ് ചെയ്യുന്നത്, അതൊരു പ്രഷർ വേരിയേഷൻ. പീസോ ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാകുമ്പോൾ അതിന് ഒരു ഇലക്ട്രിക്
ചാർജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ കറണ്ട് ആ ചാർജാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ വരുന്ന ക്യൂ ഇൻ നമുക്കിവിടെ വെച്ചിട്ട് നോക്കാം. ഇവിടെ ഒരു നോഡുണ്ട്, ഇതേമാതിരി ഒരു നോഡുണ്ട്, ഈ രണ്ട് നോഡും. ഇത് ഇപ്പോൾ ഈ എ ആൻഡ് ബി ഇതാണ് നമ്മുടെ ഓപ്പാമിൻ്റെ ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയുക. സി ഇൻപും വി ഇൻപും ഓപ്പാമിൻ്റെ കപ്പാസിറ്റൻസ്, ആ ടെർമിനൽ ചാർജ് വരുന്നത് കൊണ്ടുള്ള കപ്പാസിറ്റൻസ്. ഓക്കെ, ഒരു ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു സി വി. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ വി എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് അവിടെ ഉണ്ടായിരിക്കും. അതിന് സി ഇൻപ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്യൂ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് വരുന്ന ചാർജ്. ഓക്കെ, ഫീഡ്ബാക്ക് എന്ന് വരുന്ന ചാർജ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ചാർജസ് ഇൻകമ്മിങ്ങും ക്യൂ സി ക്യൂ പി ആ നോഡിൽ നിന്ന് പുറത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, ക്യൂ സി ആൻഡ് ഇൻ പി. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ വരുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ക്യൂ ഇൻ ഇസ് ഈക്വൽ ടു ക്യൂ സി, കേബിൾ കപ്പാസിറ്റൻസ് കൊണ്ടുള്ള ചാർജ്, ക്യൂ ഇൻപ് അതായത് ഓപ്പാമിൻ്റെ ഇൻപുട്ട് പോർട്ടിലുള്ള ചാർജ്. സിമിലർലി ക്യൂ എഫ് എന്ന് പറഞ്ഞ ഫീഡ്ബാക്ക് എന്ന് വരുന്നതുകൊണ്ട് മൈനസ് ക്യൂ എഫ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ മെയിൻലി പ്രൈമറി ഇക്വേഷനായിട്ട് എഴുതിക്കുന്നത്, നോഡ് ഇക്വേഷൻ ഓഫ് ദ ഇൻപുട്ട് പാർട്ട്. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ എ ബി എന്ന് പറയുന്ന ഇതുവരെയുള്ള പാർട്ട് നമ്മൾക്ക് ഇൻപുട്ട് പാർട്ടാണ്. ദെൻ ഈ ഒരു പാർട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് സൈഡ്. ഓക്കെ, ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് എന്ന് വരുന്ന സൈഡ്. അപ്പോൾ ഇൻപുട്ട് സൈഡിലെ ഇക്വേഷൻ നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് കിട്ടി ക്യൂ ഇൻ ഇസ് ഈക്വൽ ടു ക്യൂ സി പ്ലസ് ക്യൂ ഇൻപുട്ട് മൈനസ് ക്യൂ എഫ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ട്രോസ്റ്റാറ്റിക് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, ക്യൂ ഇസ് ഈക്വൽ ടു സി വി. ഓക്കെ, ക്യൂ ഈക്വൽ ടു വി സി എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കപ്പാസിറ്റൻസ് ഈക്വൽ ടു ചാർജ്. അത് വെച്ചിട്ട് നമ്മൾ ഇനി എഴുതാൻ പോവുകയാണ്. അപ്പോൾ ക്യൂ ഇൻ ഇസ് ഈക്വൽ ടു ക്യൂ സി പ്ലസ് ക്യൂ എഫ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ക്യൂ ഇൻ, ഇവിടെ ഒരു ക്യൂ ഇന്നും കൂടി ഉണ്ട്, ക്യൂ ഇൻ ഈക്വൽ ടു ക്യൂ സിക്ക് നമുക്ക് എഴുതാം. ഇവിടെ നോക്കൂ, ഇവിടെ ഈ നമ്മൾ പറഞ്ഞ ടെർമിനൽ എ ബി എന്ന് പറയുന്നതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് വി ഇൻ ആണ്, വി ഇൻ. അപ്പോൾ ഈ കേബിൾ കപ്പാസിറ്റൻസിനും സെൻസറിനും എല്ലാത്തിനും പാരലലായിട്ടാണ് ഈ നമ്മുടെ ഓപ്പാമിൻ്റെ ഇൻപുട്ട് പോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വി ഇൻപാണ് ഈ ക്യൂ സിക്കും സി സിക്കും അതേമാതിരി സി ഇൻപുട്ടിനും എല്ലാം അക്രോസ് വരുന്ന വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഈ ക്യൂ ഇൻ ഇസ് ഈക്വൽ ടു ക്യൂ സി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ വോൾട്ടേജ് വി ഇൻപുട്ട് ഇൻറ്റു അവിടുത്തെ കപ്പാസിറ്റൻസ് സി സി കേബിളിൻ്റെ പ്ലസ് ക്യൂ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ വി ഇൻ ഓപ്പാമിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഓപ്പാമിൻ്റെ ചാർജ് സി ഇൻപുട്ട് മൈനസ് ക്യൂ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യൂ എഫ് എന്ന് പറയുന്നത് ഫീഡ്ബാക്കാണ്, ഫീഡ്ബാക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇൻറ്റു അവിടുത്തെ കപ്പാസിറ്റൻസ് സി എഫ്. നമ്മൾ വി ഇൻപുട്ട് ഇവിടെയും കോമൺ ആയിട്ട് വരുന്ന ടേം ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു. സി സി പ്ലസ് സി ഇൻപുട്ട് മൈനസ് വി എഫ് ഇൻറ്റു സി എഫ്. അതാണ് ദാറ്റ് എക്സ്പ്രഷൻ ഫോർ ക്യൂ ഇൻ. ക്യൂ ഇൻ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, വി ഇൻ ഇൻറ്റു സി സി പ്ലസ് സി ഇൻപ് മൈനസ് വി എഫ് ഇൻ ഡോട്ട് സി എഫ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പാമിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് 0 വോൾട്ടാണ്. ആ സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നുണ്ടാവും, നമ്മുടെ വിർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വി ഇൻപുട്ട് ഓപ്പാമിൻ്റെ വി ഇൻപുട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഈ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 2 എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഇൻപുട്ട് വരുന്ന ടേമൊക്കെ മാറി ക്യൂ ഇൻ ചാർജ്, നമ്മൾ സെൻസറിൽ നിന്ന് വരുന്ന ചാർജ് ഇസ് ഈക്വൽ ടു നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത കപ്പാസിറ്റൻസ് ഇൻറ്റു വി എഫ് എന്ന് കിട്ടി. ഓക്കെ, ദെൻ നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുമ്പോൾ വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വി എഫ് എന്ന് നമുക്ക് വരും. അപ്പോൾ വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് വി എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വി എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇൻപുട്ട് ചാർജ് ബൈ സി എഫ് എന്ന് എഴുതാം, ഇൻപുട്ട് ചാർജ് ബൈ സി എഫ്. ഓക്കെ, അപ്പോൾ ക്യൂ ഇൻ ബൈ സി എഫ് ഇസ് ഈക്വൽ ടു വി ഔട്ട്. അപ്പോൾ നമുക്ക് എക്സ്പ്രഷനായി എന്താണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ചാർജ് ആൻഡ് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ. വേറെ ഒന്നിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ
ചാർജ് ആംപ്ലിഫയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാർജ് ആംപ്ലിഫയറിൽ വരുന്നത്. നമ്മൾ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഒന്ന് കേബിൾ കപ്പാസിറ്റൻസ്, ഒന്ന് ഓപ്പാമിൻ്റെ ഇൻപുട്ട് കപ്പാസിറ്റൻസ്, തേർഡ് വൺ ഈസ് ഫീഡ്ബാക്ക് കപ്പാസിറ്റർ. അതിന് പാരലായിട്ട് എപ്പോഴും നമ്മൾ നോർമൽ ഇൻറ്റഗ്രേറ്റിംഗ് സർക്യൂട്ടിനകത്ത് കപ്പാസിറ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനോ കൂടാതെ തന്നെ എക്സ്ട്രാ പാരലായിട്ട് ഫീഡ്ബാക്കിലൊരു RF എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ വെച്ചിട്ടുണ്ടായിരിക്കും. RF എന്തിനാണ് വെക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ് ജനറേറ്റഡ് ബൈ ദ സെൻസർ, ദാറ്റ് ഈസ് വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ ഇൻ. ഓക്കെ, ദിസ് ഈസ് ചാർജ് ടു വോൾട്ടേജ് കൺവേർട്ടർ. കേട്ടില്ലേ, നമ്മൾ ഇൻപുട്ടിൽ ചാർജ് കൊടുത്തപ്പോൾ ഔട്ട്പുട്ടിൽ വി ഗെറ്റ് എ വോൾട്ടേജ് വി. ഓക്കെ, വി ഔട്ട്. അപ്പോൾ ദെർഫോർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ചാർജ് ടു വോൾട്ടേജ് കൺവേർട്ടർ. Output voltage depends only on the charge input Q in and the feedback capacitance. രണ്ട് കാര്യങ്ങളെ മാത്രം, CFനെയും ചാർജ് ഇൻപുട്ടിനെയും മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ it is independent of the input and cable capacitance. Okay, there is no influence the cable capacitance. കേബിൾ നമ്മൾ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ കപ്പാസിറ്റൻസിനോ ഓപ്പാമിൻ്റെ ഇൻപുട്ട് കപ്പാസിറ്റൻസിനോ there is no influence on the output signal. ഔട്ട്പുട്ട് സിഗ്നലിന് യാതൊരു കാരണവശാലും ആ ഫാക്ടേഴ്സ് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഫീഡ്ബാക്ക് റെസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് പ്രൊവൈഡ് DC സ്റ്റെബിലിറ്റി ടു ദ സർക്യൂട്ട്. ഓക്കെ, അതായത് ലോ ഓഫ് ഫ്രീക്വൻസിയിലോ അല്ലെങ്കിൽ DC സപ്ലൈയിലോ മോർ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ RF ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു ഓപ്പാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ഓപ്പാമിൻ്റെ ഗെയിൻ A ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ 0 വോൾട്ടാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ, ഇപ്പോൾ നമുക്ക് മൈനസ് പ്ലസ് V1 V2, അപ്പോൾ V1 മൈനസ് V2 ഇൻറ്റു ഗെയിനാണ് എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്പോസ് V1 V2 ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്, തിയറിറ്റിക്കലി വി ഔട്ട് ഷുഡ് ബി സീറോ. ബട്ട് ജനറൽ കേസിൽ എന്ത് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഔട്ടിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കും, വി ഔട്ടിൽ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടായിരിക്കും വെൻ V1 and V2 are equal. Okay, when V1 and V2 are equal, there will be a small value in the output voltage. അപ്പോൾ നമുക്ക് അപ്പോഴത്തെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, വി ഇൻ ഇൻറ്റു ഗെയിൻ ആണ് എന്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഗെയിൻ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ്. ആ ഡിഫറൻസ്, ആ VD എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഗെയിൻ. ഓക്കെ, ഈ വരുന്ന ഈ വോൾട്ടേജിനെ, അതായത് നമ്മൾ ഇൻപുട്ട് 0 കൊടുത്തു കഴിഞ്ഞാലും ഓപ്പാമിൻ്റെ ഇൻപുട്ടിൽ ഒരു ചെറിയ വോൾട്ടേജ് ഉണ്ടായിരിക്കും, അതിനെയാണ് DC ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. DC ഓഫ്സെറ്റ് വോൾട്ടേജ്. ഈ DC വാല്യൂ വരുമ്പോൾ നമ്മുടെ ഈ കോൺഫിഗറേഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇൻപുട്ടിൽ DC വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്കിൽ RF, നമുക്ക് ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനാണ്. ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RF ബൈ Rin ആണ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ മാത്രം വെച്ച് കഴിഞ്ഞാൽ DC-യിൽ അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും, ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ഗെയിൻ നമുക്ക് കിട്ടും എവിടെ, വെൻ DC ഓഫ്സെറ്റ് വോൾട്ടേജ് ഈസ് പ്രസൻറ്റ് വി വിൽ ഗെറ്റ് എ ഹൈ ഗെയിൻ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരുപാട് കൂടുതലായി മാറും. അത് നമ്മളവിടെ എറർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ പാരലായിട്ട് കപ്പാസിറ്റൻസിന് വെക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫീഡ്ബാക്ക് കപ്പാസിറ്റൻസിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. ദെൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചെറിയ ഒരു കറണ്ട് മാത്രമാണ് ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഔട്ട്പുട്ട് കപ്പാസിറ്റർ വെച്ചതുകൊണ്ട്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, ഇത് ആദ്യം പറഞ്ഞ രണ്ടാമത് പറഞ്ഞ കേസ് തന്നെയാണ് ആദ്യം തന്നെ ഉള്ളത്. ദെൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേബിൾ കപ്പാസിറ്റൻസിനോ അല്ലെങ്കിൽ ഓപ്പാമിൻ്റെ ഇൻപുട്ട് കപ്പാസിറ്റൻസിനോ ഒന്നും നമ്മുടെ ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു അച്ചീവ് കണക്ഷൻ വിത്ത് ലോങ് കേബിൾ വിത്തൗട്ട് എഫക്റ്റിംഗ് ആക്യുറസി.
sensitivity and time constant are independent of crystal capacitance and connecting cables. Okay, then small area is required and low cost are the other advantages of charge amplifier. ഇത്രയും കാര്യങ്ങളാണ് ചാർജ് ആംപ്ലിഫയറിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യമാണ് ഐസൊലേഷൻ ആംപ്ലിഫയർ. ഓക്കെ, അതും കൂടി നമുക്ക് പറയാം.